ദേശീയപാത NH-66 അപകടം മഴ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണത് എത്ര വലിയ പ്രതിസന്ധിയിലാണ് ചിലയിടങ്ങളെങ്കിലും ഉള്ളത് എന്ന് നമ്മളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞത്. ഇപ്പോൾ അത് മഴ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി അപകടാവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നതിൻ്റെയാണ് വിള്ളലും മണ്ണിടിച്ചിലും ഗർത്തവും ഒക്കെ കൂടുതൽ രൂപപ്പെട്ടു വരുന്നുള്ളത്. അപ്പോൾ ഈ മേഖലയിലുള്ളവർക്ക് കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം എന്നുള്ളതാണല്ലോ ഇത് കാണിക്കുന്നത്. ഡോക്ടർ ശ്രീകുമാർ. അതെ, കേരളത്തിലെ പ്രത്യേക ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ ഒരു ജിയോളജിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, നമുക്ക് വികസനത്തിന് എതിരല്ല, പക്ഷേ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് അതിന് യോജിച്ച രീതിയിലാണോ ഈ അവിടെ ഉണ്ടാക്കുന്ന ഡിസൈന്, അതിൻ്റെ വീതി, അതിൻ്റെ ഹൈറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ റോഡുകളുടെ ഒരു പറയുമ്പോൾ നമുക്കറിയാം അത് എത്ര അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംശയമുണ്ട്. കാരണം ഒരു DPR നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വെറ്റ്ലാൻഡാണ്, അതായത് തണ്ണീർത്തടം. അപ്പോൾ അവിടെ എത്ര ക്വാണ്ടിറ്റി, എത്ര എമൗണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന കളിമണ്ണ്, അതുപോലെ തന്നെ ആ കളിമണ്ണിൻ്റെ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ലിമിറ്റ്, അതിൻ്റെ ഫ്രിക്ഷൻ എത്രമാത്രമുണ്ട്, ഇത്തരം കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാവണം അവിടെ ഒരു ഡിസൈൻ, ഒരു സ്ട്രക്ചർ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ആ തരത്തിലുള്ള ഒരു പരിശോധന അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു സംശയം. അപ്പോൾ ഈ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് പ്രത്യേകിച്ച് റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പഠനവും അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പഠനം ആവശ്യമാണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഈ നമുക്കറിയാം, ഇപ്പം ധനുഷ്കോടി ഞാൻ പറഞ്ഞുകൊണ്ടാണ് 2013 ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഉരുളല്ല മല ഇടിഞ്ഞു. ആ മല ഇടിഞ്ഞിട്ട് അവിടെ 2 പേരും മരിച്ചു. അത് ഏതാണ്ട് ഇതേ ഒരു സമയത്താണ് മഴ ശക്തമായിട്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അതെ, അപ്പോൾ ഇവിടെ ഷിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു കുന്ന് ഇടിച്ചിട്ടുള്ള റോഡാണ്, കട്ടിംഗ് ആണ്, എംബാങ്ക്മെൻ്റ് അല്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള ഒരു റോഡാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ വെട്ടുകലിൻ്റെ സ്ലോപ്പ്, ചരിവ് എത്ര വേണം, കാരണം ആ മണ്ണിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് വേണം നമുക്ക് ചരിവ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ചരിവ് ഇപ്പം 30 ഡിഗ്രി കൊടുക്കണമെങ്കിൽ മിക്കവാറും ആ സൈഡിലുള്ളത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആയിരിക്കും. അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി വരും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഈ ചരിവില്ലാതെ 30 ഡിഗ്രി ചരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫോറസ്റ്റിൻ്റെ ഏരിയ വേണ്ടി വരും, അത് എടുക്കാൻ പറ്റില്ല. ആ പരിമിതി ഏരിയയുടെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ടുള്ള അപ്പോൾ എൻ്റെ ഒരു സംശയം, ഒരു ചെറിയ മറുപടി, എനിക്കൊരു ഇടവേള എടുക്കണം, അതുകൊണ്ടാണ് ഡോക്ടർ ശ്രീകുമാർ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ താമസിക്കുന്ന, ഇപ്പം നമ്മൾ കേരളത്തിൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന, ഇപ്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ അടിയന്തരമായി എന്താണ് അവർക്ക് നൽകേണ്ടുന്ന ഒരു നിർദ്ദേശം? അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദുരന്ത സാധ്യത പ്രദേശങ്ങൾ കുറേയൊക്കെ അവർക്ക് തന്നെ അറിയാം, അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ. ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ അവർ കയറി പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ നീർച്ചാലുകൾ വരും. ആ നീർച്ചാലുകളൊക്കെ പതുക്കെ കല്ലുകളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അത് പതിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് വളരെ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതാണ് ഈ മണ്ണിലേക്ക് വെള്ളത്തിൻ്റെ ഒരു മർദ്ദം സ്വരൂപിക്കാൻ ഇടയാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ജനങ്ങൾ അതിൽ നിന്നും പിന്മാറണം എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് പറയുന്ന ഒരു കാര്യം. 2, ഈ മഴയുടെ തീവ്രത, നമ്മുടെ ഇപ്പോൾ IMD ഒക്കെ കൃത്യമായിട്ട് മഴ കണക്കുകളൊക്കെ പറയുന്നുണ്ട്, പ്രവചനം ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അത് അനുസരിച്ചിട്ട് വേണം അവിടെയുള്ള പ്രവൃത്തികളും. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ മഴ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മളെ എത്ര അടുത്ത ദിവസം എന്താണ് മഴ, അതിൻ്റെ അളവെന്താണ്, റെഡാണോ ഓറഞ്ചാണോ എന്നൊക്കെ നമ്മൾ അത് അനുസരിച്ചിട്ട് വേണം നമ്മുടെ യാത്രകളും ഒക്കെ സജ്ജീകരിക്കാൻ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു മുൻകരുതലുകൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത്